സൗണ്ട് ഇല്ല മിസ്സേ. ഇല്ല കേൾക്കാൻ പറ്റില്ല. ഇല്ല കേൾക്കാൻ ഇല്ല കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രയർ പറഞ്ഞോ കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. പ്രയർ പറഞ്ഞോ. പ്രയർ മാം ഞാൻ ചൊല്ലാം. കരുണാമുരളീധാര മനസ്സിനിരയ്ക്കുക കണ്ണ. കരുണാമുരളീധാര ഗോകുലമണിയും മണിയും നീ ഗോപികാഹൃദിനിനവും നീ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീ കാളിയമാർദ്ധക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിന്നിഴിയാ കരുണാ മുരളീധാര ധർമാധർമരണങ്ങളിൽ ഞങ്ങളുടെ കൺമിഴി തെളിയാനീളേ നിത്യനിരാമയ ശംഖുലി പോലെ ഒഴുകാനിൻ സ്മരണ കരുണാ മുരളി ധാര മനസ്സിനിരയ്ക്കുക കണ്ണ കരുണാ മുരളി ധാര. Good afternoon, everyone. Good afternoon, ma'am. Good afternoon. Good afternoon. കുറെ ദിവസമായില്ലേ മിസ്സേ നമ്മള് കണ്ടിട്ട്? കുറേ ദിവസമായല്ലേ? 1 വീക്കിന് കൂടുതലായിട്ടുണ്ട്. കാര്യം മൺഡേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ലാസ്റ്റ് മൺഡേ. ഇന്നാണ് തന്നെ അല്ലേ? ഞങ്ങള് PG ക്ലാസ്സിൽ കാണണ്ടേ? അതെയോ? ശരിയാണ്, ഞാൻ വെറുപ്പിക്കുന്നുണ്ട് PG-യില് അല്ലേ? അതെ. PG-യിൽ വരുമ്പോ ഭയങ്കര സീരിയസ് ആയ പോലെ തോന്നും. സോറി, പോർഷൻ തീർക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പ്രഷർ ഉണ്ട്. സോ അതാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. എന്നോട് പല കുട്ടികളും ചോദിച്ചേ, മറ്റേ ബാച്ചിലെ മിസ് ചിരിക്കൊന്നും ഇല്ലേ, ഭയങ്കര സീരിയസ് ആണോ ഒന്നും അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്നുള്ള പ്രഷർ കുറച്ച് കൂടുതലാണ്. അപ്പം ഈ വീക്കോട് തീരുട്ടോ നിങ്ങളുടെ പേജ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്മ്യൂണിക്കേഷന്റെ ഭാഗം പറഞ്ഞപ്പോ ഫസ്റ്റ് ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു വിഷ്വലൈസ് ചെയ്തിട്ട് കുട്ടികളെ ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാസ്ക് വെച്ചിട്ട് ആരോ ആക്ടിവിറ്റി ചെയ്തു, സൈൻ ഇൻ ചെയ്യണ സമയത്ത് അങ്ങനെ ചെയ്തു എന്ന്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ചെയ്യോന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, മിസ്സാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ ചെയ്തോ? ഞാനിത് അന്ന് മിസ് പറഞ്ഞിരുന്നപ്പോ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനാണെങ്കിൽ മാസ്ക് ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാം.
ഓക്കെ ഞാൻ പിൻ ചെയ്യാട്ടാ. കാണാണ്ടാ മാസ്ക്? ക്യാമറ ഓൺ അല്ലടാ, ഓൺ ആക്കോ? അയ്യോ മിസ് ക്യാമറ ഓണാ. ടെക്നിക്കൽ ഇഷ്യൂ കാണുന്നില്ല. കാണുന്നില്ലടാ. ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യോ? അത് ചിലവർക്ക് ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പൊ മീറ്റ് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് ക്യാമറ ഓൺ ആവുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്സ പിൻ ചെയ്തോട്ടെടാ. മിസ് ഇപ്പൊ കാണാണ്ട? ഇല്ലടാ. അയ്യോ അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. സാധാരണക്ക് അങ്ങനെ വരുന്നില്ല. ചിലപ്പോ വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കയറുമ്പോ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതെയോ? കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ പ്രസന്റ് ചെയ്യാം കേടാ. ഓക്കെ മാം. അതല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2 minutes തന്നാ മതി. ഓക്കെ. വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കയറാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ചിലപ്പോ ഈ മീറ്റ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയതിനു ശേഷം കുറെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മാം. വേറെ ആരെങ്കിലും സൈൻ ഇൻ, വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഓക്കെ. ഞങ്ങള് അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്ത ടീമാണ്, അതുകൊണ്ട് ചോദിക്കണ്ട. തോട്ട് ഓഫ് ദി ഡേ ഉണ്ടോ? മിസ് ഞാൻ സൈൻ ഇൻ ചെയ്യാം. ഓക്കെ. ഈറ്റ് യുവർ ഗ്രീൻസ്, ലീവ് യുവർ ഡ്രീംസ്. അതായത് എന്താ, ഫുഡും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പിന്നെ ഓവറോൾ വെൽബീയിങ്ങിന് അത്തരം ഫുഡൊക്കെ ഉപകാരപ്പെടും. സൈനിങ് ബൈ റിഷാന. ഓക്കെ. തോട്ട് ഓഫ് ദി ഡേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. Yes, ma'am. പറഞ്ഞോടാ. Good afternoon, all. Be kind and respectful to others, or to focus on the positive in your life. മറ്റുള്ളവരോട് ദയയും ബഹുമാനവും കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താങ്ക് യു. താങ്ക് യു. നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് വരാണ്. ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു തോന്നുന്നു ചെയ്തത് അല്ലേ? യെസ് മാം. ഓക്കെ. ഇനി നമ്മൾ എടുക്കേണ്ട ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി 3 types അതാണോ എടുക്കേണ്ടത്? മിനിമം നോ കമ്മ്യൂണിക്കേഷൻ വരെയും എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതെ മാം. ഓക്കെ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താണ്. ഹിയർ ദ ടീച്ചേഴ്സ് റോൾ ടു സൂപ്പർവൈസ് ദ സ്റ്റുഡൻസ് ഓർ പ്രൊവൈഡ് സം ഇൻസ്ട്രക്ഷൻ. നമ്മളുടെ റോൾ എന്താണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ റോള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർവൈസ് ചെയ്യാം, കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടാണോ അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഇസ് ആക്ച്വലി 3 types. നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ 3 ടൈപ്പായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു വ്യക്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് ഈ ക്ലാസ്സിൽ ആരോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ദീപികനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ദീപികനോട് മാത്രമായിരിക്കും ആ കാര്യങ്ങൾ പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഗ്രൂപ്പായിട്ട് നമ്മളൊരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ നോട്ടീസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂലേ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, സിനിമ അഡ്വർടൈസ്മെന്റ്, റേഡിയോയിലൊക്കെ വരുന്ന കമ്മ്യൂണിക്കേഷൻസ്, അതെല്ലാം എന്താണ്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ആൻഡ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. സോ നമുക്ക് 3 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. When a communication is the form of a person to a particular person, it is personal communication. ഞാൻ പറഞ്ഞു, എനിക്ക് ദീപികനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പേഴ്സണലി ആ കുട്ടീനോട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊരു ലെറ്റർ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. ഓർ ടെലഗ്രാം അയക്കുന്നു. ദെൻ ഓർ ടെലിഫോൺ മെസ്സേജ്, നമ്മൾ മെസ്സേജ് അയക്കില്ല, അതേപോലെ മെസ്സേജ് അയക്കുന്നു. അപ്പൊ അത് എന്താണ്? ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ഓർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാണെങ്കിൽ certain communication which are not meant for a particular person. ഇവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇല്ല, നമ്മൾ ഒരു ഗ്രൂപ്പിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എനിക്ക് 5 കുട്ടികളോടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സോ ദാറ്റ്സ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ.
At the same time, the information is not for entire public are known as group communication. Entire publicനല്ല, പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ്. നിങ്ങൾ MP5 കുട്ടികൾക്ക് മാത്രം ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ വരുന്ന ഒരു രീതിയിൽ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഫോർ എക്സാമ്പിൾ, circulars about the teachers meeting are sent to every classroom. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പ്യൂൺ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും ആളെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെ എന്ത് മെസ്സേജ് കൊണ്ടുവരണേ, ഇനിയിപ്പോ നാളെ ക്ലാസ്സിൽ നിന്നാണോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ നിന്നാണോ, അപ്പൊ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കും ഇല്ലേ. പക്ഷെ ആള് വന്നിട്ട് ടീച്ചർ റീഡ് ചെയ്യുമ്പോൾ നമ്മളോട് പറയേണ്ട കാര്യമാണെങ്കിൽ ടീച്ചർ ഉറക്കെ റീഡ് ചെയ്യും. പക്ഷെ ടീച്ചർ മാത്രം അറിയേണ്ട കാര്യമാണ്. ഇപ്പൊ ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് എന്താണ് ടീച്ചേഴ്സ് റീഡ് ചെയ്തിട്ട് സൈൻ ചെയ്ത് അത് അവിടെ ക്ലോസ് ആയി ആൾക്ക് കൊടുത്തു വിടും. നെക്സ്റ്റ് എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചേഴ്സിന് മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് ആണ്. ഇൻ എ സ്പെസിഫിക് ക്ലാസ് റൂം, കമ്മ്യൂണിക്കേഷൻ ഇസ് മെന്റ് ഓൺലി ഫോർ ദ ടീച്ചർ. ആ ടീച്ചർക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു മെസ്സേജ് വന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വന്നത്. നോട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഓർ എനി അതേഴ്സ്. വേറെ ആർക്കും അവിടെ അതിൽ റോളില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, നമ്മളോട് ഇപ്പൊ ടീച്ചറെ കാര്യം പറയും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ടീച്ചർ ഒന്നും പറയുന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് മനസ്സിലാക്കും. It is not a personal communication. അതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ബിക്കോസ് ദി സെയിം ഇൻഫർമേഷൻ ഇസ് ഗോയിങ് ടു എവറി ടീച്ചർ. എല്ലാ ക്ലാസ് റൂമിലും എല്ലാ ടീച്ചേഴ്സിനും ഈ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. സോ അത് എന്തായാലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല. ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് റീച്ചിങ് എ സെറ്റ് ഓഫ് പീപ്പിൾസ്. ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ നമ്മളത് റീച്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നമുക്ക് ഇത് എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. Beside, we can say the notice board or invitation and so on. ഇതൊക്കെ നോട്ടീസ് ബോർഡ്, നമുക്ക് നോട്ടീസ് ബോർഡിൽ ഇത്രയും കാര്യങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അതേ ഇൻവിറ്റേഷനിൽ നമ്മുടെ പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഒരു വെഡിങ് സെറമണിയുടെ ഇൻവിറ്റേഷൻ എങ്കിൽ നമ്മുടെ പേര് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതെന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ജസ്റ്റ് ഞാനൊരു നമ്മുടെ PG ക്ലാസ്സിൽ കയറിയിട്ട് MP5 കുട്ടികൾ ആരൊക്കെയാണ് ഒന്ന് ഹാൻഡ് ഉയർത്താൻ പറഞ്ഞു. എന്നിട്ട് അവരോട് മാത്രമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടികളോട് മാത്രം പറയുകയാണെങ്കിൽ അതെന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. MP5 എന്നുള്ള പേര് കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അല്ല, സാധാരണ ഒരു ആ ക്ലാസ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടീനെ വിളിച്ച് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല രീതിയിൽ റേഡിയോ, സിനിമ, അഡ്വർടൈസ്മെന്റ്, വാൾ പോസ്റ്റർ വഴിയൊക്കെ കോമൺ പീപ്പിളിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം. സിനിമയിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാറില്ല, അല്ലെങ്കിൽ റേഡിയോയിൽ അഡ്വർടൈസ്മെന്റ് കേൾക്കാറുണ്ട്. വാൾ പോസ്റ്റേഴ്സ് കാണാറുണ്ട്, നമ്മള് മതിലൊക്കെ ഇങ്ങനെ പോസ്റ്റർ പോലെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. Public communication is a common communication which is meant for all, like cinema, radio, advertisement, wall poster. ഇതൊക്കെ പോലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ജനറലി ഇൻഫർമേഷൻ ഇസ് ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ. സാധാരണ രീതിയിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന, ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ഇൻഫർമേഷൻസ്. റേഡിയോസ്, ടെലിവിഷൻ ആർ ദ മോഡൽസ് ഫോർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് ആണ് TV-യില്, ന്യൂസിലൊക്കെ വരുന്ന ഇൻഫർമേഷൻ. അത് പബ്ലിക്കിനുള്ളതാണ്. ഇപ്പൊ ഒരു ജോബ് വേക്കൻസി വരാണ്, അപ്പൊ അവിടെ നമുക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ് വന്നിരിക്കുന്നത്. പത്രത്തിൽ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാണ്, ഇന്ന സ്കൂളിൽ മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, ഇന്ന ഡേറ്റിലാണ് ഇന്റർവ്യൂ, എന്താണ് അഡീഷണൽ ഇൻഫർമേഷന് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് എന്താണ് ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. സോ അതെന്താണ് ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഫോൺ ചെയ്യാം, അപ്പൊ അവർ പറയും നമ്മളോട് എന്ത് ചെയ്യാനായിട്ട്, ബയോഡാറ്റ മെയിൽ ചെയ്യാൻ പറയും. ദെൻ ആ മെയിൽ ID-യിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്ത ബയോഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, സെൻഡ് ചെയ്തു. ബയോഡാറ്റ ഒരു CV നമ്മൾ സെൻഡ് ചെയ്യും. ദെൻ അവർക്കത് ആപ്റ്റ് ആണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നി, ദെൻ അവർ നമ്മൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ടെലിഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് അതിലുണ്ടാവുമല്ലോ, അത് ടെലിഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ അവിടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വന്നു. അപ്പൊ പറഞ്ഞതിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, the teacher working in today's school has to communicate personally or to group only, since the private management is not allowing them to deal with the commoners other than the parents.
അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പ്രൈവറ്റ് സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ എന്താണ് നമുക്ക് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് മാനേജ്മെന്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പാരന്റ്സിനോട് കോമണേഴ്സിനോട് ഡീൽ ചെയ്യാനായിട്ട് അവർ അലോ ചെയ്യാറ്, നോട്ട് അലൗവിങ് നമുക്ക് ഡീൽ വിത്ത് കോമണേഴ്സ് അതർ ദാൻ പാരന്റ്സ് ഒഴികെ ബാക്കിയുള്ളവരോട് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ഡു നോട്ട് ഹാവ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ. ടീച്ചേഴ്സിന് പബ്ലിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Through the school meeting and functions are kept open, people having contact with the school are only attending. അപ്പോൾ സ്കൂളിലേക്ക് വരുന്നത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാന്ന് മാത്രമുള്ള ഒരു രീതിയിലായിരിക്കും. നമ്മളിപ്പോ കോമൺ പബ്ലിക്കിന് എന്തെങ്കിലും ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. നോട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ അല്ല. സോ you cannot provide much public communication. അപ്പൊ അവർക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറവാണ്. നമുക്ക് ഇൻഡിവിജ്വൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പബ്ലിക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്കത് കുറവാണ്. When the teacher is talking or addressing in the meeting, she is undergoing group communication only. അപ്പോൾ നമ്മളൊരു മീറ്റിംഗിൽ നമ്മൾ ടോക്ക് ചെയ്യാണ്, സംസാരിക്കുകയാണ്, ഇനാഗുറേഷൻ സ്പീച്ച് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. Whereas she is talking with the parents about a particular child or when she discussing with her higher authorities, അപ്പൊ നമ്മൾ ഒരു പാരന്റിനോട് സംസാരിക്കാം. ടീച്ചർ ഒരു മീറ്റിംഗിൽ അഡ്രസ് ചെയ്യാണ്, എല്ലാവരെയും അഡ്രസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇനാഗുറേഷൻ സ്പീച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ചൈൽഡിനെ കുറിച്ച് അവരുടെ പാരന്റിനോട് സംസാരിക്കുകയാണ്, കുട്ടിയുടെ മാർക്സിനെ കുറിച്ചിട്ടും അവരുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. 1 minute. ഓക്കെ ട്ടാ, സോറി. നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഒരു മീറ്റിംഗിലോ ടീച്ചർ കുട്ടികളോടല്ല മീറ്റിംഗിലോ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ പേഴ്സണൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ കുട്ടീനെ കുറിച്ചിട്ട് അവന്റെ എന്താണ് നോളജ് അല്ലെങ്കിൽ അവന്റെ എന്താ പറയുക മാർക്സിനെ കുറിച്ചിട്ടൊക്കെ പാരന്റിനോട് സംസാരിക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ വന്നു. അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ നമ്മുടെ ഹയർ അതോറിറ്റിനോട് പേഴ്സണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഇൻഡിവിജ്വലി നമുക്ക് കുറച്ച് അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് നമ്മളുടേതായ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സോ ദ ടീച്ചർ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് പീപ്പിൾസ്. നമുക്കപ്പോൾ ടീച്ചർ ആരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ചിൽഡ്രൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്ന് ക്ലാസ് അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ആരറിഞ്ഞിരിക്കണം? നമ്മുടെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കാം കേട്ടാ. അപ്പൊ നമ്മളിതൊരു ട്രയാങ്കിൾ പോലെയാണ് ഇവര് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ടു എക്സ്പ്ലെയിൻ ക്ലിയർലി ദ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ ഈസ് ദാറ്റ്. നമ്മൾ ട്രയാങ്കിൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ അകത്ത് ടീച്ചർ നമ്മൾ ചിൽഡ്രൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിൽഡ്രൻസിന്റെ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മാനേജ്മെന്റിനോട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ഡിഫറെന്റ് പീപ്പിൾസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ്, പാരന്റ്സ്, ചിൽഡ്രൻസ്. ഓക്കെ, ദ മേജർ തിങ്സ്. ഓക്കെ, 3 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് മനസ്സിലായല്ലോ ടീച്ചേഴ്സ്? 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് പീപ്പിൾസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻസ്, പാരന്റ്സ്, മാനേജ്മെന്റ്. ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് നോക്കാം. The major thing is all the persons of the 3 corners are contacting each other individually. നമുക്കറിയാം
ടീച്ചർ നമ്മളിപ്പോ കുട്ടീനെ ഡീൽ ചെയ്യുന്നത് ഒരു കുട്ടീനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്തായാലും പാരന്റിനോട് ആ കാര്യം കുട്ടി അറിയും. ടീച്ചർ എന്താ ക്ലാസ്സിൽ എടുത്തത് നമ്മൾ സാധാരണ കോമൺലി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പാരന്റ് മാനേജ്മെന്റിനോടും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വേണം കുട്ടികളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ്ലി അല്ല, എന്നാൽ ഇൻഡയറക്റ്റ്ലി നമുക്കത് അഫക്ട് ചെയ്യും. കാരണം കുട്ടികളോട് നല്ല രീതിയിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും അവർ അറിയേണ്ട കാര്യങ്ങളും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. The major things is all the persons of the three corners are connecting each other individually. The parents with the management or their children directly contact in ways. നമുക്ക് പാരന്റ്സിനെ കുട്ടികളായിട്ട് മാനേജ്മെന്റ് ആയിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ലൈക്വൈസ് ദ മാനേജ്മെന്റ് ഓൾസോ കോണ്ടാക്ട് ദ ചിൽഡ്രൻസ് ഡയറക്ട്ലി. അതേപോലെ തന്നെ പാരന്റ്സ് ആയിട്ടും ചിൽഡ്രൻസ് ആയിട്ടും മാനേജ്മെന്റിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ സൗണ്ടിന് പ്രശ്നമുണ്ടോ? മിസ്സേ വോയിസ് ബ്രേക്ക് ആയി പോകുന്നു. ഇനി എന്റെ റേഞ്ചിന്റെ പ്രശ്നമാണോ അതോ മൊത്തത്തിൽ അങ്ങനാണോ എന്ന് അറിയത്തില്ല. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പറയണൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ഇപ്പൊ ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ ഒന്ന് പറയണോ? ഓക്കേടാ. Likewise, the management also contact the children directly. നമുക്ക് മാനേജ്മെന്റ് നേരിട്ട് കുട്ടികളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. സോ ദാറ്റ് ദ ടീച്ചേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾവേസ് ഷീ ഷുഡ് ബി ലേർണിംഗ് ഇൻ ഓൾ ഹെർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മാനേജ്മെന്റ് ടീച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒരു മാസ്റ്ററും സെർവന്റും തമ്മിലുള്ള റിലേഷൻ പോലെയാണ് എന്ന് പറയാം. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ലീഡർ ആൻഡ് ഫോളോവർ എന്നുള്ള രീതിയിലും മാനേജ്മെന്റിനെയും ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പിനെ പറയാനായിട്ട് പറ്റും. ഒരു മാസ്റ്ററും സെർവന്റും പോലെയും പറയാം, ദെൻ ലീഡറും ഫോളോവറും പറയാം. എനിക്കിഷ്ടം ലീഡർ ആൻഡ് ഫോളോവർ എന്ന് പറയുന്നതാണ്. മാസ്റ്റർ അത്രയും താല്പര്യമില്ല. മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്നുള്ളത് ഒരു അത്രയും വലിയ താല്പര്യമില്ല. ഓക്കെ, നമുക്ക് മാനേജ്മെന്റ് നമുക്കിപ്പോ സാധാരണ സ്കൂൾ മാനേജ്മെന്റ് 4 ടൈപ്സ് ഉണ്ടെന്ന് പറയാം. ചിലപ്പോൾ സിംഗിൾ പേഴ്സൺ ആയിരിക്കും ആ ഫുൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഒരൊറ്റ വ്യക്തിയായിരിക്കും സ്കൂൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ഫുൾ കൈകാര്യം ചെയ്യുന്നത്. ഓർ രണ്ടാമത്തെ അസോസിയേഷൻ ആയിരിക്കും, ട്രസ്റ്റ് ആയിരിക്കും, ഏതെങ്കിലും ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളായിരിക്കും, ഒരു സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളായിരിക്കും. പിന്നെ ചിലത് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളായിരിക്കും. നമുക്ക് ആ ഒരു റിലീജിയസ് ഗ്രൂപ്പിന്റെ അവർ ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ്, അത് പോയിന്റ് അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സിംഗിൾ മാനേജ്മെന്റ് ഓഫ് സിംഗിൾ പേഴ്സൺ ആണ്. എ ലേഡി ഓറിജിൻ may run a school as a sole tradership. നമ്മള് ഈ സോൾ ട്രേഡർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി നടത്തുന്നതൊന്നുമല്ലേ മീൻസ്? കൊമേഴ്സ് ആയിരുന്നു തോന്നുന്നുണ്ട്. അതെ, കൊമേഴ്സ് ആയിരുന്നു. ഓക്കെ, നമ്മള് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയും. സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡർ സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയും. ഒരൊറ്റ വ്യക്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് റൺ ചെയ്യണത്. ഓണർഷിപ്പ് എല്ലാം ഒരു വ്യക്തി തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന പേരാണ് സോൾ ട്രേഡർ എന്ന്. സോ അവിടെ ഒരു ലേഡി ആയിരിക്കാം, ഒരു ആയിരിക്കാം, ഒരു മാൻ ആയിരിക്കാം. അപ്പൊ ദേ വിൽ ഓൾസോ ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ തന്നെയായിരിക്കും നമ്മള് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ്, ഹാവിംഗ് ദ എൻറ്റയർ കൺട്രോൾ. അപ്പൊ അവർക്കായിരിക്കും ആ സ്കൂളിലെ ഒരു ഫുൾ കൺട്രോൾ അവർക്കായിരിക്കും. സോ ദ ടീച്ചേഴ്സ് ക്യാൻ സിംപ്ലി ഫോളോ ദ പ്രൊസീജിയർ. നമ്മളപ്പോ എന്ത് ചെയ്യണം, അവരുടെ പ്രൊസീജിയേഴ്സ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മതി. ആൻഡ് ഷീ ക്യാൻ ഹാവ് ദ ഡയറക്ട് കോൺടാക്ട് വിത്ത് മാനേജ്മെന്റ്. നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് വരും. കാരണം ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. ഫുൾ അതോറിറ്റിയും എൻ്റെ ഓർഗനൈസേഷനും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ റൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈസിലി അവരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇനി ഇങ്ങനെ ട്രസ്റ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അസോസിയേഷനിലേക്ക് വരുമ്പോൾ sometimes the schools are controlled by association which may be communal, urban or some other groups. പല ടൈപ്പ് ആവാം കമ്മ്യൂണിറ്റി ട്രസ്റ്റുകളായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. In such case there are many chances
ഫോർ ടു മെനി റോൾസ്. ഇവിടെ ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ ഒക്കെ ആണെങ്കിൽ ഒത്തിരി റോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. It is better for the teachers to avoid contacting the management in a person and assess immediate superior. ഇവിടെ നമ്മൾ മാനേജ്മെന്റിനോട് കോൺടാക്ട് ചെയ്യുന്നതിനും എത്രയും നല്ലത് നമ്മളുടെ സുപ്പീരിയർ, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, ഇപ്പൊ ഹെഡ് മിസ്റ്റർ, HM ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കും. സോ നമ്മൾ ആ സുപ്പീരിയറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എളുപ്പം. കാരണം ട്രസ്റ്റിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്നാൽ ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റും. സോ നമുക്ക് അർജന്റായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്, അർജന്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, ഹെഡ് മാസ്റ്ററോ ഇമ്മീഡിയറ്റ് ആരാണോ സുപ്പീരിയർ ഉള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി റിലീജിയസ് ഗ്രൂപ്പുകളുടെ ബേസിൽ സ്കൂളുകളുണ്ട്. നമുക്കറിയാം ഒത്തിരി റിലീജിയൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒത്തിരി റിലീജിയസ് ഗ്രൂപ്പുകൾ ഇപ്പൊ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് റിലീജിയസിലായാലും ഇപ്പൊ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മുസ്ലിംസ്, ഇവർ 3 പേരും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. This type of school is started only for the development of their religion. എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ റിലീജിയൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. സോ ദർ ആർ മോർ റിലീജിയസ് ആക്ടിവിറ്റീസ്. അപ്പൊ അവിടെ കൂടുതലായിട്ട് റിലീജിയസ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. The teachers should understand this before joining the school. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം അവർ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ. Even if the teachers do not belongs to that religion, she wants to follow their instruction. നമ്മൾ ആ ഒരു റിലീജിയനിൽ അല്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. അപ്പം നമ്മള് ഒരു ക്രിസ്ത്യൻ റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഒരു സ്കൂളാണെങ്കിൽ നമ്മൾ അവിടെ ഉള്ള പ്രയറും അതേപോലെ തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ സെയിം റിലീജിയൻ അല്ലെങ്കിൽ പോലും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഹിന്ദുവിൽ അങ്ങനെ അത്ര റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാറില്ല. മുസ്ലിംസിന്റെ ആണെങ്കിൽ നമ്മള് അവരുടെ റിലീജിയനിലല്ല നമ്മൾ പെട്ടെങ്കിൽ പോലും അവരുടേതായ ടൈം അവർക്ക് പ്രെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അലൗ ചെയ്യണം. അപ്പൊ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. നോട്ട് നമ്മളിപ്പോ ഒരു സ്കൂളിലേക്ക് ചേരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരുടെ റൂൾസിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? മനസ്സിലായി. ഫസ്റ്റ് ഒന്നുകൂടി ഞാൻ റൗണ്ട് ചെയ്യാം. മാനേജ്മെന്റ് ചിലപ്പോൾ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അപ്പൊ ടീച്ചേഴ്സിന് ആ ഒരു വ്യക്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് മാനേജ്മെന്റിനോട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. സോൾ ട്രെയിനർ ആണ്, ഒറ്റ വ്യക്തിയാണ്, നമ്മുടെ സ്കൂൾ ഫുൾ കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ HMO ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരോട് നേരിട്ട് നമുക്ക് കോൺടാക്ട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഈസിലി കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആണ്. പക്ഷെ ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റിക്ക് വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരായിരിക്കും, നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡിഫിക്കൽറ്റി ആണ് അവരോട് പറയുന്നത്. ജസ്റ്റ് അവർ പറയുന്ന റൂൾസ് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സോ നമ്മളിപ്പോ ഒരു എന്താ പറയാ മെമ്പേഴ്സ് കൂടുമ്പോൾ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ദെൻ നമ്മൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും നല്ലത് നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോ നമ്മളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണ്, MP-യുടെ ജിസ്റ്റ് ടീച്ചറാണ് അല്ലെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യും, ജിസ്റ്റ് ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ജിസ്റ്റ് ടീച്ചർ ആയിരിക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സാറിനോടും മാമിനോടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു അസോസിയേഷൻ ആകുമ്പോൾ, ട്രസ്റ്റ് ആകുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ഇനി റിലീജിയസ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സ്കൂള് നമ്മുടെ റിലീജിയൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. സോ മോർ റിലീജിയസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് നമ്മൾ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത് ഫോളോ ചെയ്യുകയും വേണം. അല്ലാതെ അവര് ആ ഒരു ആക്ടിവിറ്റി പറയുമ്പോൾ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ ആ ഒരു റിലീജിയൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബിലോങ്സ് ടു ആ റിലീജിയൻ, നമ്മൾ ആ ഒരു റിലീജിയനിലല്ല എന്നാൽ പോലും നമ്മൾ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ആണ്. The teacher should not contact the top management often, even with her prominent. Daily duty is to wish morning and get permission while leaving from the school. അപ്പൊ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല ടീച്ചേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറോടാണ് കാര്യങ്ങൾ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ CEO അല്ലെങ്കിൽ മാനേജറെ കാണുകയാണെങ്കിൽ നമ്മൾ എന്തോരം ജസ്റ്റ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യും.
നമ്മളിപ്പോ സ്കൂളിൽ ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെർമിഷൻ വാങ്ങിക്കും. നമുക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെർമിഷൻ വാങ്ങിക്കും. അല്ലാതെ നമ്മൾ എന്താണ് കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മുടെ ഡേ കാര്യങ്ങളൊന്നും ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണോ ആ സുപ്പീരിയറിനോടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടീം കഴിഞ്ഞു, മാനേജ്മെന്റ് കഴിഞ്ഞു. ടീച്ചേഴ്സ് ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. സോ ആരൊക്കെയാണ് മാനേജ്മെന്റ്, എങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പാരന്റ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഇന്ന് കുട്ടികളെക്കാളും എന്താണ് പാരന്റ്സ് ആണ് അവരുടെ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ ഓക്കെ, ഈച്ച് ആൻഡ് എവരി ഒരു ഡെവലപ്മെന്റിലും കുട്ടികളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ്, കുട്ടികളെക്കാളും കൂടുതൽ ശ്രദ്ധ ആർക്കുണ്ട്, പാരന്റ്സിനുണ്ട്. സോ പാരന്റ്സിനോട് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫീൽ ലൈക്ക് പാരന്റ്സ് ആർ കസ്റ്റമേഴ്സ്. ഇന്നത്തെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പറയുന്നത് പാരന്റ്സ് കസ്റ്റമേഴ്സ് ആണെന്നാണ്. സോ customers. So the teacher should have to be clean and polite even if the parents should shout or use disrupt the words. അപ്പം നമ്മള് ടീച്ചേഴ്സ് എപ്പോഴും കാം ആയിരിക്കണം. പെട്ടെന്ന് കുട്ടികളെ പാരന്റ്സ് പൊളൈറ്റ് ആയിട്ട് വേണം പാരന്റ്സിനോട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് നല്ല വേർഡ്സ് യൂസ് ചെയ്യണം. ഷൗട്ട് ഒന്നും ചെയ്യരുത്. നല്ല ചിലപ്പോൾ പാരന്റ്സ് പല ക്യാരക്ടർ ആയിരിക്കും, പല രീതിയിലെ പാരന്റ്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ്, കുട്ടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കുട്ടിക്ക് മാർക്ക് കുറവാണ്. അപ്പോ പാരന്റ് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത് ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടീനെയും ഇവനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് ഫസ്റ്റ് ഇവനും പഠിക്കുന്നത് ഓരോ ട്യൂഷൻ ക്ലാസ്സിലാണ്, പഠിക്കുന്നത് ഓരോ സ്കൂളിലാണ്, പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സാണ്. എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് മാത്രം മാർക്ക് കുറവാണ്? നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല, പക്ഷെ അവർക്കത് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ടൈം എടുത്തു. കാര്യം എന്താണ്, എന്തുകൊണ്ട് എന്റെ മാർക്കില്ല? സോ നമ്മൾ പല ടൈപ്പ് ഓഫ് പാരന്റ്സ് നമുക്കറിയാം. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് ഡിഫറെന്റ് വേയിലായിരിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ടെമ്പർ നഷ്ടപ്പെടാൻ പാടില്ല, പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല. നല്ല കാമായിട്ട് എന്ത് പ്രശ്നവും ചിരിച്ച് സ്മൈലോട് കൂടി നേരിടുന്ന ആൾക്കാരായിരിക്കണം ടീച്ചേഴ്സ്. കാരണം നമുക്ക് ചിലപ്പോ നമ്മൾ പല രീതിയിലും നമുക്ക് ദേഷ്യം വരാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ടെമ്പർ നഷ്ടപ്പെടാതെ നല്ല സ്മൈലോട് കൂടി ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റണം. ഓക്കെ, നമ്മൾ നല്ല പേഷ്യൻസും വേണം. ഓക്കെ, കേട്ടോ. The teacher should not lose the temper. The teacher should avert the meeting of parents, discussing with the parents anywhere outside of the school. നമ്മളപ്പോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും പാരന്റ്സ് ആയിട്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനും എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലൊരു ഭയങ്കരമായിട്ട് നോട്ടി ചൈൽഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിച്ച സെക്ഷനിൽ നോട്ടി ചൈൽഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര കുറുമ്പാണ്. അപ്പൊ ഈ പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ ആ ടൈമിൽ വരാനായിട്ട്, സ്കൂൾ ടൈമിൽ വരാൻ പറ്റില്ല, കാരണം ഓഫീസിൽ പോകണോണ്ട്, ജോലി ടൈം ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഒരു സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞു. ദെൻ നമ്മളത് മീറ്റ് ചെയ്തു, കണ്ടു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നുവെച്ചാൽ ആ കുട്ടി ഭയങ്കരമായിട്ട് എന്താണ് വയലന്റ് ആണ്, മറ്റു കുട്ടികളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രശ്നം എന്തായിരുന്നു? പാരന്റ്സിന് സ്നേഹം കിട്ടുന്നില്ല. ബാക്കി എല്ലാവർക്കും പാരന്റ്സ് കൊണ്ടുവന്നാക്കുന്നു, ഫുഡ്, എല്ലാ കാര്യങ്ങൾക്കും പാരന്റ്സ് ഉണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ മാത്രം അച്ഛനും അമ്മയും അടുത്തില്ല. ഭയങ്കര വിഷമായിരുന്നു. അത് കഴിഞ്ഞ് അവർക്കത് മനസ്സിലായി. അവരെന്ത് ചെയ്തു? ട്രാൻസ്ഫർ വാങ്ങിച്ച് എറണാകുളത്തേക്ക് വന്നു. ദെൻ ഇപ്പൊ രണ്ടുപേരും നല്ല എന്താ പറയുക, നന്നായിട്ട് പഠിക്കും, ഭയങ്കര നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാരന്റ്സ് അടുത്തില്ലാണ്ട് വന്നപ്പോൾ. നമ്മത് മനസ്സിലാക്കി പാരന്റ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ദെൻ അവരതനുസരിച്ച് പെരുമാറിയതുകൊണ്ട് ആ കുട്ടീനെ നമുക്ക് ഡീവിയേഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇവർ ഇൻ school, she should not yield to any undue expectation of the parents. നമ്മള് സ്കൂളിലാണെങ്കിൽ പോലും എന്താണ് കൂടുതലായിട്ട് എക്സ്പെക്ടേഷൻസ് പാരന്റ്സിനോട് കാര്യങ്ങളെല്ലാം പറയാം. Many times parents are communicated by the management to the teachers only. അപ്പോൾ ചില ടൈമില് പാരന്റ്സ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സ് വഴി മാത്രമായിരിക്കും. While carrying the instruction of the management to the teachers, parents, the teacher should add her own private opinion. നമ്മൾ പറയും പാരന്റ്സ് മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടീച്ചറിനെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ഒപ്പീനിയനും കൂടി പറയും. അപ്പൊ ജസ്റ്റ് ഞാൻ പറയാണ്,
സ്കൂളുകളിൽ ഒരു രീതിയുണ്ട്. CBSE സ്കൂളിലൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8th അവര് പാസ്സാക്കുന്ന കുട്ടികളെ എല്ലാ സബ്ജക്റ്റും പാസ്സാകണം. ചിലവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവരുടെ റെപ്യൂട്ടേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കമ്പൽ ചെയ്യും. ആ മാനേജ്മെന്റ് തന്നെ കമ്പൽ ചെയ്യും പാരന്റ്സിനോട് കുട്ടീനെ മാറ്റാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി വീക്കാണ്, നിങ്ങൾ സ്കൂൾ മാറ്റണം എന്നൊക്കെ പറയും. അപ്പൊ ടീച്ചറിന്റെ ഒപ്പീനിയനും കൂടി നമ്മൾ പറയും. ഇപ്പൊ ഈ സെമ്മിലും കൂടി മാർക്ക് കുറവാണെങ്കിൽ ആളെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ഈ സബ്ജക്റ്റിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം. സ്പെഷ്യൽ ട്യൂഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സോ കൊടുക്കുക. നമുക്ക് റെമഡിയൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യിക്കാം, റെമഡിയൽ ക്ലാസ് കൊടുക്കാം എന്നൊക്കെ ടീച്ചേഴ്സിന്റെ ഒപ്പീനിയനും കൂടി അതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Only the discussion of the management should have been dispatched to the parents. Not all discussion. എല്ലാ ഡിസ്കഷനും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ ചില ഡിസ്കഷൻസ് മാനേജ്മെന്റ് ടീച്ചറിനോട് പറഞ്ഞ് ടീച്ചറായിരിക്കും പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാരന്റ്സിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. നമ്മള് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്നത്തെ പാരന്റ്സ് ഭയങ്കര ക്ലെവർ ആണ്. കാരണം അവരുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ നമ്മളായാലും ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, താല്പര്യം കാണിക്കുന്നത്. സോ അപ്പൊ ടീച്ചേഴ്സ് അത്രയും കെയറോട് കൂടി ആയിരിക്കണം നമ്മൾ പാരന്റ്സിനെ ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം പാരന്റ്സ് പല ക്യാരക്ടർ ആയിരിക്കും. ചില പാരന്റ്സ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതായിരിക്കും, ചിലവർ ഭയങ്കര കാമായിരിക്കും. സോ നമ്മൾ അവരെ നല്ല രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. എല്ലാ പാരന്റ്സിനും ഈക്വൽ ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. നമ്മൾ അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടെമ്പർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ചില പാരന്റ്സ് നമ്മളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ കാര്യം പറയാനായിട്ട് അവർ അലോ ചെയ്യാറില്ല. സോ നമ്മൾ അത് കേൾക്കേണ്ട അവസ്ഥ വരും. സോ ആ സിറ്റുവേഷനൊന്നും നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യാം. നമ്മുടെ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് നല്ല പേഷ്യൻസോട് കൂടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറയണം. ദെൻ ചിൽഡ്രൻസിന്റെ കാര്യം പറയാണ്. ചിൽഡ്രൻസിനോട് നമ്മൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. The aim of teaching profession itself is to communicate with children. നമുക്കറിയാം നമ്മളുടെ ടീച്ചിങ് പ്രൊഫഷന്റെ എയിം തന്നെ എന്താണ്, കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് ഇത്രയും നല്ല കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, കുട്ടികളോട് എങ്ങനെ കൈകാര്യം ചെയ്യണം, കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് എങ്ങനെ ഒബ്സർവ് ചെയ്യണം, അവർ സൂപ്പർവൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതെല്ലാമാണ് നമ്മൾ ഈ മോണ്ടിസോറി അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ പറഞ്ഞു തന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം കുട്ടികളോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പെട്ടെന്ന് ദേഷ്യപ്പെടാൻ പാടില്ല, നല്ല കാമായിട്ട് വേണം അവരോട് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ചിലപ്പോ അവർക്ക് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ട് വേറൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മൾ വീണ്ടും അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. The aim of teaching profession itself is to communicate with the children. At the same time, we should note that parents are also watching their children regularly. നമുക്കറിയാം നമ്മള് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്, പാരന്റ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് പാരന്റ്സിനോടും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. So whenever the teachers wants to communicate the children by oral or written, she should feel the parents are in the back. നമ്മളൊക്കെ ശ്രദ്ധിക്കണം, ഈ കുട്ടികളുടെ ബാക്കിൽ അല്ലെങ്കിൽ പുറകില് പാരന്റ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ എന്താണോ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്, ആ കാര്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊരു ചെറിയൊരു ഫീൽ നമുക്ക് വേണം. Not only her words, but also her handwriting, including about her dress. The information needs to be informed to the parents by the children. നമുക്കറിയാലോ, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ടീച്ചർമാരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നത്. എന്താണ്, നമ്മളൊരു ടീനേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ ടീച്ചേഴ്സിന്റെ എന്താ പറയാ ഡ്രസ്സ്, സാരിയുടെ കളറിനനുസരിച്ചുള്ള മാച്ച് ആയിട്ടുള്ള ബാംഗിൾസ്, അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട് ഇല്ലേ. ചെറുപ്പത്തില് ചെയ്തിട്ടില്ലേ നിങ്ങളൊന്നും? ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും പാരന്റ്സിനോട് പറയും. ടീച്ചർ ഇന്ന രീതിയിലാണ് ഡ്രസ് ചെയ്തത്, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പൊ ടീച്ചർ അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എന്റെ ഏജിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നു ടീച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ ടീച്ചർ ഭയങ്കര ഫാഷൻകാരിയാണ് അല്ലേ എന്നൊക്കെ അമ്മ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയിലുണ്ട്. സോ അത് വെച്ചാൽ നമ്മളെല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യും, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളോട് ടീച്ചേഴ്സിന്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, പറയും. നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോമൺലി പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്.
So she should have to be careful not only in written statement and oral statement but also behavior to the children. നമ്മളിപ്പോ റിട്ടേണോ അല്ലെങ്കിൽ ഓറൽ സ്റ്റേറ്റ്മെന്റ്സോ അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിച്ചത്, നമ്മൾ ബിഹേവിയർ എങ്ങനെയാണ്, കുട്ടികളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്യണം, ശ്രദ്ധിക്കണം. കുട്ടികളോട് എങ്ങനെ പെരുമാറണം. അപ്പൊ ഒത്തിരി ഫാഷനബിൾ ആയിട്ട് പോകാൻ പാടില്ല, നല്ല രീതിയിൽ കുട്ടികളെ അവർക്ക് നമ്മളായിട്ട് ഡീവിയേഷൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം വേണം. When the teacher is writing a short note, she is communicating with her parents only. അപ്പൊ ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണ്, നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് പാരന്റ്സിനോട് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡയറിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ ഡയറിയിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വാട്സാപ്പ് മെസ്സേജ് ആണ്. കുട്ടി വീട്ടിലെത്തുന്നേക്കാളും മുമ്പ് പാരന്റ്സ് നേരെ മെസ്സേജ് കാണാണ്. ഇന്ന് പഠിക്കേണ്ട പോർഷൻസ് ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് എത്തുന്നുണ്ട്, ഇന്ന് ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചത് ഇപ്പൊ കുറച്ചും കൂടി മാറ്റമുണ്ട്. കൊറോണ വന്നതിന് ശേഷം മിക്ക സ്കൂളുകളും വാട്സാപ്പ് മെസ്സേജ് ആണ്, നോട്ട് ഡയറിയുടെ യൂസേ ഇല്ല. നമ്മളൊക്കെ പഠിച്ചപ്പോ ഡയറിയിലൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഡയറി കാണിച്ചു കൊടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും. ഞാൻ മടുപ്പിലാണ് പഠിച്ചത്. അപ്പൊ ഡയറിയിൽ എന്തെങ്കിലും കുട്ടിക്കേട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന ദിവസം അച്ഛൻ വരണം എന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുവരും. ഭയങ്കര സിസ്റ്റർ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്, ഞാൻ ഇത്തിരി കുരുത്തക്കേടുണ്ട്. അപ്പൊ അത് എഴുതി കറക്റ്റ് ആയിട്ട് സൈൻ ചെയ്യിക്കണം. പിന്നെ അച്ഛനെ കൊണ്ട് കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഞാൻ പറയുള്ളൂ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനാണ്. പിന്നെ അത് സൈൻ ചെയ്യിക്കും. പിന്നെ അച്ഛൻ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ച് PTA എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഡെയിലി വന്നെയാണ്. അങ്ങനെയല്ല, ഡെയിലി എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാൻ അന്ന് കുറച്ച് ഭയങ്കര കുറുകിയായിരുന്നു, ഇപ്പൊ മാറി. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പ് അങ്ങനെയായിരുന്നു, ഡയറി ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വാട്സാപ്പ് മെസ്സേജ് ആണ് അല്ലെ. നമ്മൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ വരുന്നേക്കാളും മുമ്പ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും ഇല്ലേ. ഇപ്പൊ മിക്ക സ്കൂളുകളും അങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ കുറച്ച് ദിവസമായിട്ട് വലിയൊരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, നോയ്സ് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. സോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികളോട് ഡീൽ ചെയ്യാനായിട്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സർക്കിളിൽ സെന്റർ ഉണ്ട്, എൻകോഡിംഗ് പഠിച്ചു, മെസ്സേജ് പഠിച്ചു, ചാനൽ ഡീകോഡിംഗ്, റിസീവറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഫീഡ്ബാക്ക്, പിന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിസ്റ്റർബൻസിന് നമ്മൾ സാധാരണയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പറയുന്ന പേരാണ് നോയ്സ്. കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് പറഞ്ഞു. ഞാനിവിടെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ലിസണേഴ്സ് ആണ്. വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതില് ഇമേജ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എടുക്കുന്ന പോർഷൻസ് പറയുന്നുണ്ട്. അത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. ദെൻ പറയുന്ന റൈറ്റിംഗ് ആൻഡ് റീഡിങ്, അത് നിങ്ങൾ ലെക്ചർ നോട്ട്സ് വായിക്കുന്നുണ്ട്, അത് അപ്പൊ തന്നെ എഴുതിയെടുക്കുന്നു. അങ്ങനെ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ലെക്ചർ ബേസ്ഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ മാക്സിമം വൺ വേ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് ഇഷ്ടം. 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ ഇഷ്ടം. നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ടോപ്പിക് എടുത്ത് ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കാറുണ്ട്. നമ്മള് മൊബൈൽ ഫോണിന്റെ യൂസിനെ കുറിച്ചിട്ട് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കിയത്. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, മിനിമം ഓഫ് നോ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സിൽ വന്നപ്പോൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇന്ന് പറഞ്ഞതാണ് ഒരു വ്യക്തിയോട്, ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയോട് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് പേഴ്സണൽ ആയിട്ട് ലെറ്റർ അയക്കുകയാണ്. അതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ടീച്ചേഴ്സ് 3 ക്ലാസ്സസ്, ഈ 3 ഡിഫറെന്റ് പീപ്പിൾസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ്, പാരന്റ്സ്, ചിൽഡ്രൻസ്, അവരോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്.
മിസ്സേ മാനേജ്മെന്റ് ഇല്ലേ, അതില് ഡി വന്നിട്ട് പെടുവോ? ഡി ഡി സിംഗിൾ ഇല്ലല്ലോ പേഴ്സൺ അസോസിയേഷൻ റിലീജിയസ് ഗ്രൂപ്പ്സ് പറഞ്ഞില്ലേ, ഡി അതിലുണ്ടോ? ഹെഡിങ് ആണ്. ഓക്കെ ഇതല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെഡിങ് ആണ് കേട്ടോ. എന്താന്നാ ഓക്കെ. മൂന്ന് അസോസിയേഷൻ അല്ലേ പറയുന്നത്, സിംഗിൾ പേഴ്സൺ അസോസിയേഷൻ റിലീജിയസ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ജസ്റ്റ് ആ പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ മാം. സബ്ജക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തേക്ക്. അത് വരില്ല, ടൈപ്സ് ഓഫ് മാനേജ്മെന്റിലും ഈ മൂന്നെണ്ണേ വരുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളോട് ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് പറയാണ്. ആൽഫബറ്റ്സിന്റെ സ്റ്റാൻഡ് പേപ്പർ വെച്ചിട്ട് ആൽഫബറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു. ബീറ്റ്സിന്റെ ചെയ്തിട്ടുണ്ടോ? ബീറ്റ്സ് മാം ബീറ്റ്സ് ചെയ്തിട്ടുണ്ടോ? ബേഡ്സ് ചെയ്തില്ല, കുറച്ച് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. റിഷാനയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ബീഡ്സിന്റെ വർക്ക് ഞാൻ ചെയ്തേ. മിസ് ഒന്ന് പറഞ്ഞു, ബീഡ്സിന്റെ ജിഷാ മാം വർക്ക് പറഞ്ഞ് ആ സ്ലേറ്റ് ഇല്ല മിസ്, മറ്റേ അബാക്കസ് അങ്ങനത്തെ ഒരെണ്ണമാണല്ലേ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഓക്കെ, പക്ഷെ ബീറ്റ്സിന്റെ ചെയ്യണം കേട്ടോ. അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് വരുമ്പോഴേ, പ്രാക്ടിക്കൽ ഏരിയയിൽ വരുമ്പോൾ അത് വേണം. നിങ്ങൾ എല്ലാവരും ബീറ്റ്സ് കറക്റ്റ് ആയിട്ട് ഇപ്പം 1 2 ബീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അടുത്ത നെക്സ്റ്റ് ഡേ ബീറ്റ്സ് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അത് അതേപോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാൻ പറ്റൂല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്, ബീഡ്സിന്റെ 2 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആണോ? ഇപ്പൊ കാണിച്ചാ ഇപ്പോഴും എന്നെ കാണാണ്ടോ? ഇപ്പോഴും കാണാല്ലോ? ഇല്ലടാ, ഇപ്പോഴും കാണുന്നില്ല. സോറിയടാ. നെക്സ്റ്റ് ഡേ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് കയറാൻ പറ്റുമോ നോക്കിട്ടാ. ഓക്കെ. ഇപ്പൊ മിക്കവർക്കും പറയണ്ട, ടെക്നിക്കൽ ഇഷ്യൂ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ അത് മിസ് വിളിച്ചോ? കാണാവോ? ഇത് ഹസീന കാണാടാ. ഇത് മതി. ബീറ്റ് ആണോ? ബീറ്റ്സ് ആണോ? എടാ അത് എനിക്ക് കാണാൻ പറ്റുന്നതാടാ. ബീറ്റ് എടുത്ത് കാണിക്കോ? ഇപ്പോഴോ കാണുന്നില്ലാടാ. ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ മുഖം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എടുത്ത് കാണിച്ചാൽ മതി. അത്രയും ഉയർത്തി കാണിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തണോ? അല്ല, വാങ്ങിച്ചതാ. വാങ്ങിച്ചാണ്. ഓക്കെ, മോന് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ഇത് വാങ്ങിച്ചാണ്. അപ്പൊ വർക്ക് നമ്മൾ ചെയ്യണല്ലേ മിസ്? ഇത് പോരാ അല്ലേ? അത് ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ആ ബീറ്റ്സിന്റെ വർക്ക് ചെയ്തേക്കിട്ടാ മിസ് പറഞ്ഞത്. ഓക്കെ മാം. ഇപ്പൊ കാണാമോ മിസ്സേ? ചെയ്ത വർക്ക് വേറെ പേര് കയറി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അത് 1 2 എത്ര? ഓക്കെ, റൗണ്ട് എന്നാ കളർ? ഓക്കെ നന്നായിട്ടുണ്ടടാ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ അബ്സ? ചെയ്യാം മിസ്സേ. ഓക്കേടാ.
കാണാണ്ടോ? Hello, I am a rabbit. I like to hop and play outside. I love to eat fresh veggies and fruits. My favorite food is carrots. Carrots are super good for me and for you too. They help us see better, keep our skin healthy, and boost immune system. Okay, friends, I'm a friendly rabbit and I am happy to meet you. Thank you. നന്നായിരുന്നു കേട്ടോ. ഫാത്തിമ ഇതിലും പറഞ്ഞോ? ഷനക്കൊരു ക്ലാപ്പ് കൊടുത്തതാണ്. നന്നായിരുന്നു. എല്ലാവരും clap ചെയ്തു. നന്നായിരുന്നു കേട്ടോ. കാണാൻ പറ്റില്ല. ഇത്ര ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റൂല വിചാരിച്ചു. ഞാൻ താഴെ ഓടിപ്പോയി ഫോൺ സെറ്റപ്പ് ആക്കിയതൊക്കെ എന്തൊക്കെയാ. നന്നായിട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ മോക്ക് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ? മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഇല്ല, മിസ്സിന്റെ എല്ലാതും കിട്ടിയിട്ടുണ്ടല്ലോ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെൻഡൻസിയോ മാനുവലും കിട്ടിയിട്ടുണ്ട് അല്ലെ? അതല്ലേ ലാസ്റ്റ് എടുത്ത ശാസ്ത്രം. ഓക്കെ, അപ്പോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. നിങ്ങളുടെ മോഡൽ എക്സാമിന് മുമ്പായിട്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.